ഹലോ ദിസ് ഇസ് നിതിൻ ശരത്. മിസ്റ്റർ യൂണിവേഴ്സിൻ്റെ കോമ്പറ്റീഷനിൽ ലാസ്റ്റ് 15 ഡേയ്സ് കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡേ 3 ആണിന്ന്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് രാഹുൽ വിജയരാജ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ കോമ്പറ്റീഷനിൽ ഗോൾഡ് വിൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇന്ന് വരുത്തുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് രാഹുലിൻ്റെ ചെക്ക് ഇൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ രാഹുലിൻ്റെ ചെക്ക് ഇൻ വീഡിയോ കണ്ടു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് രാഹുലിൻ്റെ പ്രോഗ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രീം കണ്ടീഷൻ കൊണ്ടുവരാനല്ല ഈ കോമ്പറ്റീഷനിൽ ശ്രമിക്കുന്നത്. നമ്മളിതൊരു ടെസ്റ്റ് റണ്ണാണ് ചെയ്യുന്നത്. ഞാനും രാഹുലും കൂടെ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇതിനും നമുക്ക് വരുത്താൻ പോകുന്ന ഇന്ന് നമ്മുടെ ചെക്ക് ഇൻ വീഡിയോ കണ്ടിട്ട് നമ്മൾ വരുത്താൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ PDസിൽ നമ്മൾ കുറച്ചധികം ചേഞ്ചസ് ഇന്ന് വരുത്തുന്നുണ്ട്. ചില ഡോസേജുകൾ നമ്മൾ കുറയ്ക്കുന്നുണ്ട്, ചില കോമ്പൗണ്ട്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കോമ്പൗണ്ട്, നമ്മുടെ ഒരു ഫേവറേറ്റ്, എല്ലാവരുടെ ഫേവറേറ്റ് കോമ്പൗണ്ട് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ക്ലെൻബെട്രോളിൻ്റെ ഡോസേജ് നമ്മൾ 80 mcg per day എന്നുള്ളത് 60 mcg ആക്കി കുറച്ചിട്ടുണ്ട്. T3യുടെ ഡോസേജ് നമ്മൾ 75 എന്നുള്ളത് 50 mcg per day ആയിട്ട് കുറച്ചിട്ടുണ്ട്. ആർമിഡെക്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ മാസ്ട്രോണിൻ്റെ ഡോസേജ് നമ്മൾ 475 mg ആയിരുന്നു ചെയ്തിരുന്നത്, നമ്മൾ 300 mg ആയിട്ട് കുറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞിരിക്കുന്ന അടുത്ത 2 ദിവസം 50 mg per day ചെയ്താൽ മതി എന്നാണ്. നമ്മൾ 2 ഡേയ്സും കൂടെ മാസ്ട്രോൺ ചെയ്യുന്നുള്ളൂ. നമ്മൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 10 ഡേയ്സിൽ നമ്മൾ കോമ്പൗണ്ട്സിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട് സ്ലൈറ്റായിട്ട്. അപ്പോൾ മാസ്ട്രോൺ മാത്രമല്ല, നമ്മൾ ടെസ്റ്റോസ്ട്രോണിൻ്റെ ഡോസേജ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഷോട്ട് ഓഫ് ടെസ്റ്റോസ്ട്രോൺ നമുക്ക് ഇന്നലെ ആയിരുന്നു. ഇനി നമ്മൾ ടെസ്റ്റോസ്ട്രോൺ എടുക്കുന്നില്ല, അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ GHൻ്റെ ഡോസേജ് 2 IU per day നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കീപ്പ് ഓൺ ആണ്. നമ്മൾ കുറച്ച് ദിവസം കൂടെ ഗ്രോത്ത് ഹോർമോൺ ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ECS ടാഗ് മൈ ഫേവറേറ്റ് തിങ്, നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനേ ഉദ്ദേശിക്കുന്നില്ല. കോമ്പറ്റീഷൻ ഡേ വരെ നമ്മൾ അത് റൺ ചെയ്യാൻ തന്നെ പ്ലാൻ. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എന്ത് കോമ്പൗണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ട്രെൻഡ് ബോളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല രീതിക്കാണ്. ചില ആൾക്കാരത് വളരെ ഡോസേജ് കൂട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരത് ലാസ്റ്റ് 6 weeks റൺ ചെയ്യും, ഒരു ഡിഫറെൻറ്റ് ഡോസേജസിൽ. നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു 10 to 12 days മാത്രമേ നമ്മൾ ട്രെൻഡ് ബോൾ യൂസ് ചെയ്യുന്നു. ഞാൻ ഒരുപാട് ട്രെൻഡ് ബോൾ യൂസ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളല്ല. റീസൺ ബീങ് ഇത് വളരെയധികം നമ്മുടെ എന്താ പറയുക, ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. നമുക്കൊരു ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ ഒരുപാട് ഉണ്ടാകുമെങ്കിലും അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മേളിൽ ദോഷം ഉണ്ടാകും. ഏറ്റവും മെയിനായിട്ടുള്ളൊരു ദോഷം നമുക്ക് കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ട്രെൻഡ് ബോൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഉറക്കത്തെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ രാഹുലിന് കൊടുത്തിരിക്കുന്ന ഡോസേജ് എന്ന് പറഞ്ഞാൽ 10 mg per day ആണ്. 0.1 നമ്മളൊരു വലിയ സിറിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 0.1 ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻസുലിൻ സിറിഞ്ചിൽ ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ 10 ചെറിയ വര എന്ന് പറയില്ല, അതിൽ 10 എന്ന് എഴുതിയിരിക്കുന്നത്. അത്രയും എടുത്താൽ മതി പെർ ഡേ. അതും ഡെയിലി ഫസ്റ്റ് തിങ് എന്ന മോർണിംഗ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ലേറ്റായിട്ട് ചെയ്താൽ ഉറക്കത്തെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് PDസിൽ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ്. വർക്കൗട്ടിൽ നമ്മൾ ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡേ മോർണിംഗ് വരെ വർക്കൗട്ട് ഇപ്പോൾ പോകുന്ന അതേപോലെ തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രൈഡേ ഈവനിങ്ങിലും സാറ്റർഡേസിലും വർക്കൗട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൺഡേ നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഓഫ് ഡേ ആണ്. അപ്പോൾ ആ ഒരു 2.5 ദിവസം അവന് റെസ്റ്റ് കിട്ടുമ്പോൾ അവൻ്റെ ബോഡിയിൽ എത്രത്തോളം ഒരു ചേഞ്ച് വരുന്നുണ്ട്, ബോഡി വെയ്റ്റിന് എന്ത് ചേഞ്ച് വരുന്നുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാർബ് ലോഡിങ് പ്രോസസ്സ്, മറ്റ് പീക്ക് വീക്ക് കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വർക്കൗട്ടിൽ വരുത്തിയിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ചേഞ്ച് ഇത്രയാണ്. PDസിലെ ചേഞ്ചസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാർഡിയോയിൽ നോ ചേഞ്ചസ്, 5 minutes ബിഫോർ, 5 minutes ആഫ്റ്റർ വർക്കൗട്ട്, അല്ലെങ്കിൽ ഡെയിലി 10 minutes per day ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. സോൾട്ട് ഇൻടേക്ക് കീപ് ഇറ്റ് ദ സെയിം 25 gram per day. പിന്നെ നമ്മൾ വാട്ടറിൽ ചെറിയൊരു ചേഞ്ച് ചെയ്യാൻ വരുത്തിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് ഒരു 14 daysന് മുമ്പേ തൊട്ട് ഞാൻ വാട്ടർ ഇൻടേക്ക് വളരെ സ്റ്റഡി ആക്കാറുണ്ട്. നമ്മൾ 5 liter രാഹുൽ ഓൾറെഡി കുറച്ചധികം നാളായിട്ട് സ്റ്റഡി ആയിട്ട് ചെയ്തിരുന്നതുകൊണ്ടും ഞാൻ ഇപ്പോഴാണ് ആ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ 5 liter per day എന്നുള്ളത് 6 liter per day ആക്കിയിട്ട് നമ്മൾ വാട്ടർ ഇൻടേക്ക് ഒന്ന് നൈസായിട്ട് കൂട്ടിയിട്ടുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മൾ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ്. അപ്പോൾ നമുക്ക് രാഹുലിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട്, നമ്മുടെ ഈ സീരീസിലെ അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരേക്കും see ya.